ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിന്ന് വാഴപ്പിണ്ടി കൊണ്ട് പച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? സാധാരണ നമ്മുടെ നാട്ടിൽ ഒരുവിധം എല്ലാ വീട്ടിലും വാഴയൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഇത് വളരെ സുലഭമായിട്ട് കിട്ടുന്നത് കൊണ്ട് അത് നമ്മൾ അത്രയേറെ അങ്ങോട്ട് പ്രയോജനപ്പെടുത്താറില്ല. പക്ഷേ അത് വളരെ ഗുണമുള്ള ഒരു സാധനമാണെന്നാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് ഞാൻ മിക്കവാറും എല്ലാ വാഴയുടെയും വാഴപ്പിണ്ടി എടുത്ത് ഒന്നുകിൽ തോരൻ വെക്കും, അല്ലെങ്കിൽ പച്ചടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പച്ചടിയാണ്. ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് വാഴയുടെ ആ സ്റ്റെമ്മിൽ ഔട്ട്സൈഡ് പാർട്ടെല്ലാം കളഞ്ഞിട്ട് ഇൻസൈഡ് ആയിട്ടുള്ള ആ വൈറ്റ് പോർഷനാണ് എടുക്കുന്നത്. അത് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം അത് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ച് വയ്ക്കാം. മുറിച്ച് വെച്ചിട്ട് നമുക്ക് അധികം ആവശ്യമില്ല. പച്ചടി ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയൊരു പീസ് മാത്രമേ ആവശ്യമുള്ളൂ. ചെറുതായിട്ട് മുറിച്ച് വെക്കാം. ഞാനിന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അതിനുശേഷം മുറിച്ചേക്കുന്നത് എൻ്റെ ഫുഡ് പ്രോസസ്സർ കൊണ്ടാണ്. പക്ഷേ നമുക്ക് കൈകൊണ്ടും ഫുഡ് പ്രോസസ്സർ ഇല്ലാത്തവർക്ക് കൈകൊണ്ട് ചെറുതായിട്ട് മുറിക്കാൻ പറ്റും. അത് ഞാനിന്നിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഈ മുറിച്ച് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടിയുടെ കൂടെ നമുക്കൊരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് മുറിച്ച് കൊത്തി അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു 4-5 പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച്. പിന്നെ ചെറിയുള്ളി, അതൊരു 5 ചെറുത് മതി. പിന്നെ ഒരു നമ്മുടെ കരിയാപ്പില 1-2 തണ്ട് അത്ര എടുക്കുക. ഈ വാഴപ്പിണ്ടിയും ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് ഒരു 3/4 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ പ്രഷർ കുക്കറിൽ ഒരല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 4 വിസിലോളം അടിക്കണം. ഇത് നന്നായിട്ട് വേവിച്ചിട്ട് അത് നമുക്ക് മാറ്റി വെക്കാം. ഇത് വേകുന്ന നേരത്തെ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് ഏകദേശം ഒരു അരമുറി തേങ്ങ എടുക്കണം. ഫ്രഷ് തേങ്ങയാണെങ്കിൽ, ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു 100-125 ഗ്രാം ഓഫ് കോക്കനട്ട് എടുക്കാം. അത് ഒരല്പം ഒരു 1 ടീസ്പൂൺ ഓഫ് ഒരു കടുവുമായിട്ട് അരച്ച് മാറ്റി വെക്കാം. നന്നായിട്ട് അരയണം. നമ്മൾ പ്രഷർ കുക്കറിനകത്ത് വെച്ചിരിക്കുന്ന ആ വാഴപ്പിണ്ടി, അത് പ്രഷർ കുക്കർ തുറക്കാറാകുമ്പോഴേക്കും ആവിയെല്ലാം പോയി കഴിയുമ്പോൾ തുറക്കുക. തുറന്നതിന് ശേഷം നമ്മുടെ ഈ തേങ്ങായും കടുവും കൂടെയുള്ള മിക്സ് അതിനകത്തേക്ക് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് പിന്നെയും അടുപ്പിലേക്ക് വെച്ച് ചെറുതീയിൽ വെക്കണം. അത് തിളയ്ക്കരുത്. തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് അത് നിർത്തണം. ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് നന്നായിട്ട് നാറി കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് നല്ല കട്ട തൈരിട്ട് ഇളക്കണം. ഏകദേശം ഒരു 250-300 മില്ലി തൈര്, നമ്മുടെ ഒരു ഏകദേശം ഒരു സാധാരണ ഒരു കപ്പിലുള്ള അത്രയും തൈരും ഒരു 1.5 കപ്പോളം തൈര് എടുത്താൽ മതി. അത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. ഇതിനകത്തേക്ക് നമ്മൾ ഇനി കടുക് പൊട്ടിച്ചൊഴിക്കാൻ പോവുകയാണ്. അതിനായിട്ടൊരു ചെറിയ പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും കടുകിടുക. കടുകിട്ടതിന് ശേഷം നമുക്കൊരല്പം ചെറിയുള്ളി ഇടാം. ഒരു 2 അല്ലി ചെറിയുള്ളി അരിഞ്ഞിട്ടിടാം. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അല്പം കരിയാപ്പിലയും പിന്നെ കുറച്ച് ഉണക്കമുളകും ഇടാം. ഒരു 2-3 ഉണക്കമുളക് ഇടാം. അതെല്ലാം കൂടെ നന്നായിട്ട് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ മിക്സ് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടിക്കകത്തേക്ക് ഇത് ഇടാം. ഇതാണ് നമ്മുടെ വാഴപ്പിണ്ടി പച്ചടി. ഇതാ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ വാഴപ്പിണ്ടി പച്ചടി ഇവിടെ റെഡി ആയിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.